ഗ്രൂപ്പ് സ്റ്റേജ് കടമ്പകളെല്ലാം കഴിഞ്ഞു. കാനറിപ്പട നൗക്കൌട്ടിലേക്ക് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി തന്നെയാണ് രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും വിഖ്യാതമായ തങ്ങളുടെ ജോഗോബോണിന്റെ ശൈലിയിലേക്ക് ഇതുവരെ കാനറികൾക്ക് പൂർണ്ണമായി മടങ്ങി വരാൻ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അതിനാൽ തന്നെ ആൻസലോട്ടിക്കും കൂട്ടർക്കും ബ്രസീലിയൻ ടീമിൽ നികത്തേണ്ടതായി പലതും അവശേഷിക്കുന്നുണ്ട്. നൗക്കൌട്ടിൽ എതിരാളികൾ ഗ്രൂപ്പ് എഫിലെ ജപ്പാനാണ്. അവർക്ക് വിജയം ഒന്നാണെങ്കിലും തോൽവിയുടെ കാര്യത്തിൽ അക്കങ്ങളൊന്നും പിറന്നിട്ടില്ല. അതിനാൽ തന്നെ എതിരാളികൾ ബ്രസീലും അങ്കത്തട്ട് നൗക്കൌട്ടുമാകുമ്പോൾ വീറും വാശിയുമേറിയ ഒരു യുദ്ധത്തെ വരവേൽക്കാനാണ് നിങ്ങൾ തയ്യാറാവുക. ഈയിടെ കാർലോയുടെ വാക്യം ഇങ്ങനെയായിരുന്നു: കളിയുടെ മനോഹാരിതക്കപ്പുറം എനിക്ക് പ്രാധാന്യം വിജയമാണ്. ഞങ്ങളുടെ ലൈനുകളിൽ പല പിഴവുകളും ഉണ്ടാകാം, പക്ഷേ എന്ത് വില കൊടുത്തും വിജയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അയാളുടെ ചിന്ത, ബുദ്ധി, തന്ത്രം എന്നിവ ഏതു വഴിക്കോടുമെന്നും അതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന സത്ത എത്രയാണെന്നും ആർക്കും പ്രവചിക്കാൻ സാധിക്കുകയില്ല. വിനീഷ്യസ് ജൂനിയറാണ് ആൻസലോട്ടിയുടെ തന്ത്രങ്ങളിലെ പ്രധാന കുന്തമുന. വിനി സർവ്വം നൽകി പോരാടുകയാണ്. കളിച്ച 3ലും വിനിയുടെ ബൂട്ടിൽ നിന്നും ഗോളുകൾ പിറന്നു. നിലവിൽ 4 ഗോളുകളും ഒരു അസിസ്റ്റുമാണ് വിനീഷ്യസ് ജൂനിയറിന്റെ സമ്പാദ്യം. ക്ലബ്ബ് പ്രൊഡക്റ്റ് എന്ന് ചാപ്പ കുത്തിയവർക്ക് വയറ് നിറച്ചു കൊടുത്താണ് വിനി തന്റെ പ്രതിഭധാരാളിത്യം വിശ്വപോരിൽ പ്രകടമാക്കുന്നത്. സ്കോട്ടിഷ് പടക്കെതിരെ ഹാട്രിക്കും അതിനപ്പുറവും വിനിക്ക് നേടാമായിരുന്നു. പക്ഷേ ചിലയിടങ്ങളിലെല്ലാം അയാളുടെ കാലുകൾക്ക് പിഴച്ചുപോയി. പിഴച്ച പിഴവിന്റെ പഴുതടിച്ച് കാനറികളുടെ മോഹങ്ങളിലേക്ക് വിനീഷ്യസ് ജൂനിയറിന് രംഗപ്രവേശനം നടത്തണം. എന്നാൽ അതിന് എന്തും നൽകാൻ താൻ തയ്യാറാണെന്ന് 4 പ്രഖ്യാപനമാണ് ഇതുവരെ നാം കണ്ടത്. ഇനി അങ്ങോട്ട് കാണാൻ കിടക്കുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. വിനിക്കൊപ്പം ക്യൂനിയുടെ പ്രകടനത്തിലും ആരാധകർ തൃപ്തരാണ്. തൻ്റെ ആദ്യ 2 ലോകകപ്പ് സ്റ്റാർട്ടുകളിലും ഗോൾ നേടി ക്യൂഞ്ഞ ടൂർണമെന്റിൽ ഇതുവരെ 3 ഗോളുകളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ബ്രൂണോ ഗെയ്മറസും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. റാഫീഞ്ഞയുടെ പരിക്ക് ഒരു വിടവായി കൂടെ കൂടുന്നുണ്ടെങ്കിൽ പോലും റയാൻ തന്ന സൂചനകൾ പ്രതീക്ഷകൾക്കൊത്തതാണ്. ലോകകപ്പിന്റെ നൗക്കൌട്ട് പോരാട്ടങ്ങൾ കടുക്കുമ്പോൾ ബ്രസീലിന്റെ ഏറ്റവും വലിയ പിഴവ് വരുന്നത് അവരുടെ മധ്യനിരയിലാണ്. ഒപ്പം കൗണ്ടർ അറ്റാക്കുകളെ തടയുന്നതിലെ പ്രതിരോധ പാളിച്ചകളും ആക്രമണത്തിലേക്ക് കൂടുതൽ താരങ്ങൾ മുന്നേറുമ്പോൾ മധ്യനിരയും ഡിഫൻസും തമ്മിലുള്ള അകലം വർദ്ധിക്കുകയും ഈ വിടവ് മുതലെടുത്ത് എതിരാളികൾ അപകടകരമായ കൗണ്ടർ അറ്റാക്കുകൾ നടത്തുകയും ചെയ്യുന്നു. വിംഗ് ബാക്കുകളുടെ പ്രതിരോധത്തിലെ അച്ചടക്കമില്ലായ്മയും പന്ത് നഷ്ടപ്പെട്ട ഉടനെ പ്രതിരോധത്തിലേക്ക് തിരിച്ചെത്തുന്നതിലെ വേഗത കുറവും ടീമിനെ കടുത്ത സമ്മർദ്ദത്തിലാക്കുന്നു. വരും മത്സരങ്ങളിൽ മിഡ്ഫീൽഡിൽ ഒത്തിണക്കവും പ്രതിരോധത്തിന്റെ വേഗതയും വീണ്ടെടുത്തില്ലെങ്കിൽ ബ്രസീലിന്റെ ലോകകപ്പ് മോഹങ്ങൾക്ക് ഈ പിഴവുകൾ വലിയ തിരിച്ചടിയായേക്കാം. ഹജിമെ മുറിയാസുവിന്റെ കീഴിൽ സജ്ജരാകുന്ന ജപ്പാൻ ഗ്രൂപ്പ് എഫിൽ തോൽവി അറിയാതെ കുതിക്കുകയാണ്. കളിച്ച 3 മത്സരങ്ങളിൽ നിന്ന് 1 ജയവും 2 സമനിലയുമായി 5 പോയിന്റ് സ്വന്തമാക്കിയ ജപ്പാൻ ഗ്രൂപ്പിൽ 2ാം സ്ഥാനക്കാരായി റൗണ്ട് ഓഫ് 32 നൗക്കൌട്ട് ഘട്ടത്തിലേക്ക് യോഗ്യത നേടിയ ടീമാണ്. കരുത്തരായ നെതർലാൻഡിനെതിരെയുള്ള ആദ്യ മത്സരത്തിൽ 2-2 എന്ന ആവേശകരമായ സമനിലയോടെ വിശ്വപോരാട്ടം ആരംഭിച്ച ജപ്പാൻ 2ാം മത്സരത്തിൽ ടുണീഷ്യയെ 4-0 എന്ന വലിയ സ്കോറിന് തകർത്ത് വിട്ടുകൊണ്ട് തങ്ങളുടെ ആക്രമണ ഫുട്ബോളിന്റെ മൂർച്ച തെളിയിച്ചു. തുടർന്ന് ഗ്രൂപ്പിലെ നിർണായകമായ അവസാന മത്സരത്തിൽ ശക്തരായ സ്വീഡനെതിരെ 56ാം മിനിറ്റിൽ മേഡയിലൂടെ ലീഡെടുത്ത ജപ്പാൻ പിന്നീട് 1 ഗോൾ വഴങ്ങിയെങ്കിലും മത്സരം 1-1 എന്ന നിലയിൽ സമനിലയിൽ അവസാനിപ്പിക്കുകയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലാകെ 7 ഗോളുകൾ അടിക്കുകയും 3 ഗോളുകൾ മാത്രം വഴങ്ങുകയും ചെയ്ത ജപ്പാന്റെ പ്രതിരോധവും മധ്യനിരയും മികച്ചൊത്തിണക്കമാണ് ലോകത്തിന് മുന്നിൽ കാഴ്ചവെച്ചത്. അതിനാൽ ജപ്പാന്റെ കോട്ട തകർക്കുന്നതിൽ കാനറികൾക്ക് പെടാപ്പാട് പെടുമെന്ന് ഉറപ്പ് തന്നെയാണ്. 2002 ശേഷം പിന്നീട് ഇങ്ങോട്ടെല്ലാം ശോചനീയമായ അവസ്ഥകളായിരുന്നു. സ്വർഗത്തിലിരുന്ന് പെലെ കിരീടാരോഹണം മോഹിക്കുന്നു. നീണ്ടുനീറി കിടക്കുന്ന 24 വർഷങ്ങൾക്ക് ശാപമോക്ഷത്തിന്റെ മഴ പെയ്യിക്കണം. സുൽത്താന്റെ കണ്ണീരുകൾക്ക് കാലത്തോടും വിധിയോടും മറുപടി ചോദിക്കണം. ഉപ്പാപ്പമാരുടെ പൊടി പിടിച്ചു കിടക്കുന്ന 5 കിരീടമെന്ന് പരിഹസിക്കുന്നവർക്ക് ഇനി വാത്തുറക്കാൻ കഴിയാത്ത വിധത്തിൽ വടക്കേ അമേരിക്കയിലെ കാൽപന്താരവത്തെ സാക്ഷിയാക്കി സുൽത്താന്റെ അവസാന ഡാൻസിൽ അതിലേക്ക് ലയിച്ച് മോഹക്കപ്പുയർത്തണം. തുടർക്കഥകൾ പറഞ്ഞ് അവരോടും പരിഹസിക്കുന്നവരോടും ഒന്നേ പറയാനുള്ളൂ: നെഞ്ചിൽ തുന്നിച്ചാർത്തിയ 5 നക്ഷത്രങ്ങളും വിയർപ്പുഴക്കി എതിരാളികളെ നിരായുധരാക്കി കിരീടമുയർത്തിയതിൻ്റെ കഥകളാണ്, അല്ലാതെ ഒരു പകലിൽ പൊട്ടിപ്പുറപ്പെട്ടതല്ല. ഇന്ന് നിങ്ങൾ നേടിയതും നേടാൻ ആഗ്രഹിക്കുന്നതും ഞങ്ങളിൽ കൂടുതലുള്ളതും നിങ്ങളുടെ സ്വപ്നങ്ങളിലെ മോഹക്കപ്പ് തന്നെയാണ്. കാലം മാറി, കളിക്കാർ മാറി, കളിശൈലി മാറി,
ഇടയ്ക്കൊരു ഇടർച്ച വന്നെന്ന് നല്ല ബോധ്യമുണ്ട്. ഇത് അങ്ങനെ കെട്ടടക്കുന്ന തീയാണെന്ന് നിങ്ങൾ കരുതരുത്. അവഗണിക്കാനാണ് തീരുമാനമെങ്കിൽ സ്കോർ ബോർഡുകൾ നിങ്ങളോട് മറുപടി പറയും.